ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ പാർലമെന്റിലെ പ്രസംഗം നമ്മൾ കേട്ടു. അതിനു മുമ്പ് അമിത്ഷായുടെ വിസ്തീർണവും കേട്ടു. സിന്ദൂറിൽ ഉത്തരമായോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ: എങ്ങനെ ഭീകരർ കശ്മീരിലെത്തി, എങ്ങനെ ആക്രമണം നടത്തി, നമുക്ക് ഉണ്ടായ നഷ്ടങ്ങൾ എന്ത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു. അതിന്മേലുള്ള മറുപടി ഉണ്ടായോ? 6 മണിക്ക് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയിൽ പാർലമെന്റിൽ തുടങ്ങിയത്. ഇപ്പോൾ ഏതാണ്ട് 8 മണിയോട് അടുക്കുമ്പോഴാണ് ഈ ഒരു മറുപടി അവസാനിക്കുന്നത്. അങ്ങനെ ഒരു 2 മണിക്കൂർ നീണ്ട ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. ഈ പ്രസംഗം മുഴുനീളം പരിശോധിച്ചാൽ ആദ്യത്തെ ഒരു 10, 15, 20 മിനിറ്റ് സമയം ഈ ഓപ്പറേഷൻ സിന്ദൂരിന്റെ നടപടികളൊക്കെ തന്നെ പ്രധാനമന്ത്രി വിശദീകരിച്ചു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് കോൺഗ്രസിനെ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ ഓരോ വാക്കുകളും. അത് നെഹ്റു മുതലുള്ള കാലം കോൺഗ്രസിന്റെ ഭരണകാലത്തെയൊക്കെ തന്നെ എടുത്ത് വിമർശിച്ച് ഇന്ത്യ ഇതുവരെ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദി കോൺഗ്രസ് ആണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള കാടടച്ചുള്ള വിമർശനമാണ് പ്രധാനമന്ത്രിയിൽ നിന്ന് കേട്ടത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂരിൽ ഉത്തരമായോ എന്ന് ചോദിച്ചാൽ പ്രതിപക്ഷം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയില്ല. അതിനു മുൻപ് സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നൽകിയിട്ടില്ല. പ്രതിപക്ഷം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണ്? പെഹൽഗാമിലേക്ക് പാക് അധീന കശ്മീരിൽ നിന്ന് ഭീകരർ എത്തി, അവിടെ ആക്രമണം നടത്തി. എങ്ങനെയാണ് ഭീകരർ എത്തിയത്? അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരാണ് ഉത്തരവാദി? രണ്ടാമത്തെ വിഷയം, പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ തുടക്കമിട്ടു. പെട്ടെന്ന് മെയ് 10 വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു, ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാത്രി നീണ്ട ഇടപെടലിന് ശേഷം, തന്റെ ഇടപെടലിന് ശേഷമാണ് ആ ഒരു ധാരണയിലേക്ക് എത്തുന്നത് എന്ന് എക്സിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നു. തൊട്ടു പിന്നാലെ കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വാർത്താസമ്മേളനം നടത്തി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പ്രതിപക്ഷം ചോദിച്ച ചോദ്യം അമേരിക്കയുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതാണ്. ആ ഭാഗം പ്രധാനമന്ത്രി തൊട്ടേയില്ല. ട്രംപ് എന്നൊരു വാക്കേ പ്രധാനമന്ത്രി പറഞ്ഞില്ല. പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്, ഈ സംഘർഷം നടക്കുന്ന ഒരു സമയത്ത് മെയ് 9 വൈകുന്നേരം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ ടെലിഫോണിൽ ഒരുപാട് തവണ വിളിച്ചു. തന്നെ കിട്ടിയില്ല, താൻ സമയത്ത് തിരക്കിലായിരുന്നു. പിന്നീട് താൻ തിരിച്ചു വിളിച്ചപ്പോൾ പാകിസ്ഥാൻ എന്തോ ഒരു വലിയ ആക്രമണം ലക്ഷ്യം വെക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആക്രമണം ലക്ഷ്യം വെച്ചാൽ ശക്തമായി തിരിച്ചടിക്കും എന്നൊരു മെസ്സേജ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് നൽകി എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പക്ഷേ ഇതല്ല ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ UK സന്ദർശനത്തിനിടയിലും ട്രംപ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടത് താനാണ് എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞില്ല. മൂന്നാമത്തെ വിഷയം, എത്രത്തോളം നഷ്ടമുണ്ടായി എന്നത്. നമുക്കറിയാം, റോയിട്ടേഴ്സ് അടക്കമുള്ള BBC അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഈ ഒരു സംഘർഷത്തിനിടയിൽ ഇന്ത്യയുടെ സുഹോയ് യുദ്ധവിമാനങ്ങൾ, റഫാൽ യുദ്ധവിമാനങ്ങൾ ഇതൊക്കെ തകർക്കപ്പെട്ടു അല്ലെങ്കിൽ തകർന്നു വീണു എന്നത് സംബന്ധിച്ചുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വിവരം കൈമാറാൻ ഈ സഭയിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല. അങ്ങനെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് എന്തൊക്കെയാണോ ഉയർത്തിയിരുന്നത് അത് അതുപോലെ തന്നെ തുടരുന്നു. അത് രാഷ്ട്രീയ ആക്രമണമായി, ആരോപണമായി വരും ദിവസങ്ങളിൽ തുടരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നതാണ്. അതിന് തൊട്ട് പിന്നാലെ തന്നെ സഭ നാളത്തേക്ക് പിരിയുകയും ചെയ്തു. ഏതായാലും പ്രതിപക്ഷത്തിന്റെ ഈ ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ തന്നെ രാജ്യത്തിനെതിരെയുള്ള ഒരു നീക്കമായി വ്യാഖ്യാനിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് എന്നുകൂടി നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഈ പ്രധാനമന്ത്രിയുടെ പ്രസംഗം 6 മണിക്ക് തുടങ്ങുമ്പോൾ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ വാക്ക് എന്തായിരുന്നു? ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ രാജ്യത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതേസമയം ചിലർ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ, നിങ്ങൾ ഒരു സംശയം ചോദിച്ചാൽ, നിങ്ങളൊരു വിശദീകരണം ചോദിച്ചാൽ നിങ്ങൾ രാജ്യത്തിനെതിരെ നിലപാട് പറയുന്നവരാകുന്നു, രാജ്യ താൽപര്യത്തിനെതിരെ നിലപാട് പറയുന്നവരാകുന്നു. പാകിസ്ഥാനുമായി കോൺഗ്രസിന് അടുത്ത ബന്ധമുണ്ട് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നത്. അത് നെഹ്റുവിന്റെ കാലം മുതൽ, അതായത് ജവഹർലാൽ നെഹ്റു, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് പാകിസ്ഥാന് കൂടുതൽ സഹായം നൽകിയത്. സിന്ധു
നദീജല കരാറിലൂടെ ഇന്ത്യയുടെ 80% വെള്ളവും പാകിസ്ഥാന് ജവഹർലാൽ നെഹ്റു വിട്ടുകൊടുത്തു എന്നതാണ് ഈ ഒരു കരാറിലൂടെ ചെയ്തത് എന്ന് പ്രധാനമന്ത്രി ആരോപിക്കുന്നു. മാത്രമല്ല ചൈനയ്ക്ക് 38,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയ വിട്ടുകൊടുത്തത് നെഹ്റുവാണെന്ന് ആരോപിക്കുന്നു. നെഹ്റുവിന്റെ തെറ്റായ നിലപാടുകളാണ് ഇന്ത്യയെ ദുർബലപ്പെടുത്തിയതെന്നും ഇന്ത്യക്ക് കശ്മീരിന്റെ ഭാഗമൊക്കെ തന്നെ നഷ്ടപ്പെടാനുള്ള കാരണം നെഹ്റുവാണ് എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസ് ഒക്കെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർത്തിയ, ഇന്നലെയും ഇന്നുമായി ചർച്ചയിലൊക്കെ തന്നെ ഉയർത്തിയ ചോദ്യങ്ങൾ മൂടിമറയ്ക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത്. അതിന് നെഹ്റുവിനെയൊക്കെ തന്നെ വലിച്ചിഴച്ച് നെഹ്റുവിനെയൊക്കെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തി വലിയ ആക്രമണം പ്രധാനമന്ത്രി നടത്തുന്നതാണ് ഇന്ന് നമ്മൾ ഏതാണ്ട് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏതാണ്ട് 1.5 മണിക്കൂറിലധികം സമയവും കണ്ടത്. കോൺഗ്രസ് ഒരു ഭീകര സംഘടനയോ ഭീകര രാഷ്ട്രീയ പാർട്ടിയോ അല്ല. കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഒരു പാർട്ടിയാണ്. അതിനുശേഷം ഇന്ത്യയിൽ ഇപ്പോഴും ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ ബിജെപിയെ നേരിട്ട് എതിർക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയാണ് ഇപ്പോൾ കോൺഗ്രസ്. ഇന്ത്യയിലെ വലിയ പാർട്ടിയായിരുന്നു. ആ സ്ഥാനത്തേക്ക് ബിജെപി എത്തി. രാഷ്ട്രീയമായി കോൺഗ്രസിന്, സംഘടനാപരമായി കോൺഗ്രസിന് രാജ്യത്ത് വലിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഭീകരവാദത്തെ അനുകൂലിക്കുന്ന എന്തെങ്കിലും ഒരു നിലപാട് കോൺഗ്രസിന്റെ ഏതെങ്കിലും കാലത്ത് സർക്കാരുകൾ സ്വീകരിച്ചതായി നമുക്കറിയില്ല. പക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഭീകര സംഘടനകളുടെ ഭാഗമാണ് എന്ന തരത്തിലാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. കാരണം ഓപ്പറേഷൻ സിന്ദൂരിനെ എതിർക്കുന്നവർ, ഓപ്പറേഷൻ സിന്ദൂരിനെ വിമർശിക്കുന്നവരൊക്കെ രാജ്യദ്രോഹികളാണ്, രാജ്യത്തിനെതിരാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കുന്ന തരത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി ഓരോ വാക്കുകളും ഉപയോഗിച്ചത്. അങ്ങനെ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് കോൺഗ്രസ് നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ആക്രമണം. ബട്ട്ല ഹൌസിൽ ആക്രമണം നടന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ബട്ട്ല ഹൌസിൽ ആക്രമണം നടന്നപ്പോൾ അവിടെ ഭീകരരെ ഇന്ത്യൻ സൈന്യം, അന്ന് NIA ആണ് തോന്നുന്നു, ആക്രമണം, അവിടെ ഒരു ഏറ്റുമുട്ടലിൽ ഭീകരരെ വധിച്ച ശേഷം അന്ന് മന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദിനെ വിളിച്ച് സോണിയാഗാന്ധി ചീത്ത വിളിച്ചുവെന്നാണ് പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് കേട്ട് സൽമാൻ ഖുർഷിദ് കരഞ്ഞുവെന്ന് ഇന്ന് രാവിലെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എന്താണ് കേന്ദ്ര സർക്കാരും മോദിയും അമിത്ഷായും ഒക്കെ തന്നെ ലക്ഷ്യം വെക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിക്കാൻ പാടില്ല എന്നതാണ്. ഏതായാലും ഈ ചോദ്യങ്ങൾ നിരവധി ഉയർന്നിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെയാണ് ഈ ഒരു ചർച്ച അവസാനിപ്പിച്ചിരിക്കുന്നത്. പകരം വലിയൊരു രാഷ്ട്രീയ പ്രസംഗത്തിനുള്ള വേദിയാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർലമെന്റിലെ ഈ അവസരത്തെ വിനിയോഗിച്ചു. ഇന്ന് പ്രിയങ്ക ഗാന്ധി ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഈ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ അന്ന് സ്വീകരിച്ചില്ല, മൻമോഹൻ സിംഗ് സർക്കാർ സ്വീകരിച്ചില്ല എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ചർച്ചയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അന്ന് അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും പിന്നീട് അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പട്ടേലുമൊക്കെ തന്നെ രാജിവെച്ചു. അപ്പോൾ പെഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഒരു രാജിയിലേക്ക് പോകാതിരുന്നത്? വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി, രഹസ്യാന്വേഷണ വീഴ്ചകളുണ്ടായി, IB ചീഫിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു രാജി ഉണ്ടായോ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വഴുതി മാറുന്ന ഒരു നടപടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും കൃത്യമായ മറുപടി പറയാതെ ഈ ചർച്ചകളൊക്കെ തന്നെ അവസാനിപ്പിച്ചു. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ തന്നെ ഇന്നത്തെ പ്രസംഗം വളരെ മികച്ചതായിരുന്നു. വളരെ ശക്തമായി തന്നെ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കാൻ രാഹുൽ ഗാന്ധിയും ശ്രമിച്ചു. രാഹുൽ ഗാന്ധി പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് കേന്ദ്ര സർക്കാരിന്റെ കീഴടങ്ങലായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് മുന്നിൽ എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമായ ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത്. അതിനും കൃത്യമായൊരു മറുപടിയിലേക്ക് പോയില്ല. ഏതായാലും 2 ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അമേരിക്കയുടെ ഇടപെടൽ സംബന്ധിച്ചും ഇന്ത്യയുടെ നഷ്ടങ്ങൾ സംബന്ധിച്ചും മാത്രമല്ല ഈ ഭീകരവാദികൾ എങ്ങനെ വന്നു എന്നത് സംബന്ധിച്ചും. വളരെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതെന്താണ്? അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 3 ഭീകരരെ ഇന്നലെ സൈന്യം വധിച്ചു എന്നതാണ്. ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ട ഒരു നീക്കത്തിലൂടെ ഇന്നലെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ചർച്ച പാർലമെന്റിൽ തുടങ്ങുകയാണ്. അപ്പോഴാണ് ജമ്മു കാശ്മീരിൽ നിന്ന് വലിയൊരു വാർത്ത വരുന്നത്. അവിടെ ഓപ്പറേഷൻ മഹാദേവ് നടത്തി. അത് നടത്തിയത് CRPFും ജമ്മു കാശ്മീർ പോലീസും തമ്മിലുള്ള ഒരു സംയുക്ത നീക്കമായിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ 3 സൈനികർ 3 ഭീകരവാദികളെ വധിച്ചു. ആ ഭീകരരുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് പരിശോധിച്ചപ്പോൾ ആ തോക്ക് ഉപയോഗിച്ചാണ് പെഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത്
എന്നാണ് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞത്. അപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ ദിവസം എങ്ങനെയാണ് കൃത്യമായി ഈ ഒരു ദിവസത്തിൽ തന്നെ ഓപ്പറേഷൻ മഹാദേവ് നടത്തിയത്, എന്ത് സാഹചര്യത്തിലാണെന്നൊക്കെ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങളും ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തി പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും സാധ്യത. പക്ഷേ ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. ശരി. Meet the editors.